നിർമ്മല കോളേജിൽ ഒരു നിസ്കാര സമരം നടത്തി നിങ്ങൾ എന്ത് നേടി? ഇതാണ് ചോദ്യം. സഹതാപം തോന്നുകയാണ്. ഇപ്പോ ആ വിഷയവുമായി ബന്ധപ്പെട്ട് മഹല്ല് കമ്മിറ്റി വിദ്യാർത്ഥികൾക്ക് തെറ്റുപറ്റിയെന്ന് പറഞ്ഞതിൽ വലിയ ഉപകാരമുണ്ട്. കാര്യം ഈ നാട്ടിൽ ഒരു മതവിഭാഗം കഴിഞ്ഞ കുറേ കാലമായിട്ട് ആക്രമിക്കപ്പെടുന്നത് ഇവരൊന്നും കാണുന്നില്ലേ എന്നുള്ള സംശയം ഉണ്ടാവുകയാണ്. അങ്ങനെ ചോദിക്കാൻ കാരണം എന്തെല്ലാം പ്രശ്നങ്ങൾ ഈ റീസെന്റ് നമ്മൾ എടുത്തൊന്ന് പരിശോധിച്ചാൽ ഈ നാട്ടിലെ ഒരു ഒരു ഭൂരിപക്ഷമായിട്ട് അല്ലെങ്കിൽ അധികാരത്തിലിരിക്കുന്ന ഒരു സംവിധാനം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു മതവിഭാഗത്തെ ആക്രമിക്കാൻ വേണ്ടി പല കാരണങ്ങൾ കണ്ടെത്തുകയാണ്, ഉള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള. ആ സന്ദർഭത്തിൽ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ എന്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ എന്ത് ആവശ്യമായിരുന്നു ഇപ്പൊ ഇങ്ങനെ ഒരു പ്രതിഷേധ സമരത്തിന്റെ ആവശ്യം? ഒരു കലാലയത്തിനകത്ത് പ്രത്യേകിച്ച് ക്രിസംഗി ബന്ധം വളരെ ഊട്ടി ഉറപ്പിക്കുന്ന സന്ദർഭങ്ങളിൽ അവർ അതിനുവേണ്ടി ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ചൂണ്ടിക്കാട്ടാൻ ഒരു ഉദാഹരണം കൊണ്ടുവന്ന് ഇട്ടുകൊടുത്തു. എന്നിട്ട് വൈകി പറയുകയാണ് അത് സംഭവിച്ചു പോയതിൽ കുട്ടികൾക്ക് തെറ്റുപറ്റിയെന്ന്. ഈ തെറ്റ് പറ്റിയെന്ന് പറഞ്ഞിട്ട് ഇനി വല്ല കാര്യമുണ്ടോ? അതിനിപ്പോ നിങ്ങളൊന്ന് BJPയുടെ പ്രൊഫൈൽ ഹാൻഡിലുകളിലൊക്കെ ഒന്ന് കയറി നോക്കി, എന്തെല്ലാം പ്രചരണങ്ങളാണ്. നിങ്ങൾ കുറച്ചു പേരുടെ താല്പര്യത്തിന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ, ആ ഒരു കാര്യത്തെ പറഞ്ഞ് പ്രീവിയസ് ഹിസ്റ്ററി ആയിട്ട് കണക്ട് ചെയ്ത് ഒരു കാര്യം മനസ്സിലാക്കുക. ഈ നാട്ടിലെ മനുഷ്യരുടെ ചിന്താഗതി എത്ര ആഴത്തിലുള്ളതാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു പൊതുബോധമെങ്കിലും ഈ മതങ്ങളെ നയിച്ചുകൊണ്ട് നടക്കുന്ന കുറെ ആൾക്കാർക്ക് ഉണ്ടാകണം. കാര്യം നിങ്ങളുടെ കാലം കഴിഞ്ഞു പോയാലും കുറെ മനുഷ്യർ ആ മതത്തിൽ ഇവിടെ ജീവിക്കേണ്ടവരാണ്. അവരുടെ ജീവിക്കാനുള്ള സ്പേസിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള ചില തീരുമാനങ്ങൾ ചിലർ എടുക്കുന്നതെന്ന് പറയേണ്ടി വരികയാണ്. കാര്യം അവരാണോ ഈ മതത്തിന്റെ ശത്രുക്കളെന്ന് തോന്നുകയാണ്. ഇപ്പോൾ ഞാൻ ആ മതത്തിൽപ്പെട്ട ആളൊന്നുമല്ല, എന്നിരുന്നാൽ പോലും നമ്മൾ ഈ നാട്ടിൽ മതേതരം എന്ന വാക്കിനെ നിലനിർത്തിക്കൊണ്ട് എല്ലാ മനുഷ്യർക്കും ശുദ്ധവായു ശ്വസിച്ച് ഇഷ്ടമുള്ള ആഹാരം കഴിച്ച് സ്വതന്ത്രമായി സന്തോഷത്തോടു കൂടി ജീവിച്ച് ഇവിടെ ഒരു ജീവിതം അവസാനിപ്പിച്ച് പോകണമെന്ന് വാദിക്കുന്ന വിഭാഗത്തിൽപ്പെടുന്നവരാണ്. അതിന് ഈ മതം എന്ന് പറയുന്ന ഒരു സാധനത്തിനോട് പൊതുവേ വിയോജിപ്പുള്ള ഒരാളാണെന്ന് കൂടി പറയുകയാണ്. ഒരു മതത്തിന് അങ്ങനെ വലിയ താല്പര്യമില്ലാതെ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഒട്ടുമില്ല. എന്റെ ഒരു ബേസിക് കോൺസെപ്റ്റ് ആണെങ്കിൽ നിങ്ങളോട് ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എനിക്ക് പറയാനുള്ള ഒരു വിഷയം പ്രാർത്ഥനയല്ല, പ്രവൃത്തിയാണ് മുഖ്യം. ജീവിതത്തിൽ നിങ്ങൾ എന്ത് നന്മയുള്ള പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട് അത് മാത്രമേ ഓർക്കൂ എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. എത്ര തവണ നിങ്ങൾ പ്രാർത്ഥിച്ചു എന്നുള്ളത് കൊണ്ട് ഈ സമൂഹം ഒരിക്കലും നിങ്ങളെന്നും ആരെയും ഓർത്തിരിക്കാനൊന്നും പോകുന്നില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, നമ്മൾ ഈ ഭൂമിയിൽ നിന്ന്, അതായത് എല്ലാവർക്കും, ഞാൻ ഉൾപ്പെടെ എല്ലാവർക്കും ഈ ഭൂമിയിൽ ടിൽ എൻഡ് ഓഫ് ദ ഡേ ഉണ്ട്, ഒരു അവസാന ദിവസമുണ്ട്. അത് ഏത് ദിവസമാണെന്ന് മാത്രമേ നമുക്ക് അറിയാതെ ഉള്ളൂ. ഇനി ദൈവത്തിന്റെ അടുത്ത ആളാണെങ്കിലും അല്ലെങ്കിൽ ഇതെല്ലാം കൃത്യമായിട്ട് ചെയ്യുന്ന ആളാണോ ആരായിരുന്നാലും പോയേ പറ്റുള്ളൂ. ഇവിടുന്ന് ഇതിനൊരു ഫുൾ സ്റ്റോപ്പ് ഇട്ടേ പറ്റുള്ളൂ. ആ ഫുൾ സ്റ്റോപ്പ് ഇട്ട് പോയതിനു ശേഷം നമ്മളെക്കുറിച്ച് മറ്റുള്ളവർ ഓർക്കണമെന്നുണ്ടെങ്കിൽ, നമ്മളെക്കുറിച്ച് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ, നമ്മളെക്കുറിച്ച് അവർക്ക് വേദനകൾ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രാർത്ഥിച്ചുകൊണ്ടൊന്നും ഒരിക്കലും ഉണ്ടാകാൻ പോകുന്നില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, നിങ്ങൾ എന്ത് നല്ല പ്രവൃത്തി ബാക്കിയുള്ളവർക്ക് വേണ്ടി ചെയ്തു എന്നുള്ള കാര്യം മാത്രമേ ചർച്ച ചെയ്യപ്പെടുള്ളൂ. ബേസിക് അതാണ്. ആ കാര്യം മാത്രമേ പിന്നെ ഓർക്കത്തുള്ളൂ. മരിച്ച പേര് പോലും ഇല്ല മാഷെ. ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാരോട് പറയാനുള്ളതാണ്, പേര് പോലും ഇല്ല. ബോഡി എപ്പോ കൊണ്ടുവരുമെന്നാണ് ചോദിക്കുന്നത്, അല്ലേ? നിങ്ങൾ കേട്ടിട്ടില്ലേ ഈ സമൂഹത്തിനിടയിൽ? എന്റെ പേര് അരുൾലാൽ എന്നാണ്. അരുൾലാലിനെ എപ്പോ കൊണ്ടുവരുമെന്ന് പോലും ചോദിക്കില്ല. ആ ബോഡി എപ്പോ കൊണ്ടുവരും? പേര് പോലും അപ്രസക്തമാകുന്ന ഒരു അവസ്ഥയാണ്. അങ്ങനെയുള്ള ഒരു കാലത്ത് എന്തിലും ഏതിലും ഈ മതവും പ്രാർത്ഥനയൊക്കെ കൊണ്ടുവന്ന് തിരികെ കയറ്റാൻ വേണ്ടി, അതും ഈ പുതിയ കാലഘട്ടത്തിലെ കുട്ടികൾ ചെയ്തു എന്ന് പറയുമ്പോഴാണ് വല്ലാത്ത വിഷമം തോന്നുന്നത്. ഈ മതങ്ങളെ നയിക്കുന്ന കുറേയേറെ പേർക്കാണ് ചിന്താശേഷി ഇല്ലെന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലുള്ള കാര്യം. എല്ലാവർക്കും അല്ല, ഞാൻ അടച്ച നിക്ഷേപിക്കുന്നില്ല, കുറച്ച് വിഭാഗക്കാർക്ക് മാത്രം. അതിപ്പോ നിങ്ങൾ ആലോചിച്ചാൽ മാത്രം മതി. ഒരാൾ ഇതിനു വേണ്ടി പ്രേരണ കൊടുക്കുന്നു, ആ കുട്ടികൾ അത് ചെയ്തു. ആ ചെയ്തതിന്റെ ഉപയോഗപ്പെടുത്തുന്ന ആരാണ്? ഇപ്പുറത്തെ സൈഡിൽ നിൽക്കുന്നവർ. പക്ഷേ ബേസിക്കലി മനുഷ്യരാണ്. ഇന്നലെ ഇതിനെ സംബന്ധിച്ചൊരു വീഡിയോ ചെയ്തപ്പോൾ ഏതോ ഒരു വ്യക്തി അവൻ മതേതരനാവാൻ ശ്രമിക്കുകയാണ്. ഏത് വ്യക്തിയായിരുന്നാലും മതേതരനാണ് ആ വിഷയത്തിൽ അങ്ങനെ എന്നെ പറയുന്നുണ്ടെങ്കിൽ എനിക്ക് യാതൊരു കുഴപ്പമില്ല.
ഒരു മനുഷ്യരെയും വെറുക്കുന്ന സ്വഭാവമല്ല, അല്ലെങ്കിൽ ഒരു മതത്തെയും പ്രത്യേകിച്ച് മതങ്ങളുടെ പ്രാക്ടീസ് ചെയ്യുന്നതിനോടൊന്നും അതിൽ നിന്ന് അകലം പാലിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്റെ ഒരു ആറ്റിറ്റ്യൂഡ് വെച്ചിട്ട്, എന്റെ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ടൊക്കെ മതങ്ങളോടൊന്നും ഇഷ്ടമുള്ളവർക്ക് പ്രാക്ടീസ് ചെയ്യാം. പക്ഷെ ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതെല്ലാം നിങ്ങളുടെ ഒരു മെന്റൽ റിലീഫ് എന്നതിനപ്പുറം മറ്റൊന്നും ഇല്ല. ഇതൊന്നും അത് മനസ്സിലാക്കാനുള്ള ഒരു ബേസിക്സ് ഉണ്ടാക്കണം. ഒരു മതത്തിനെയും ഇകഴ്ത്തി അതാണ് ഗംഭീരം, ഇതാണ് മോശം ഒന്നും പറയുന്നില്ല. എല്ലാം മനുഷ്യർക്ക് അത് ഫോളോ ചെയ്യുന്ന വ്യക്തികൾ അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊന്നും ഒന്നിന്റെയും അവസാനമല്ല. അങ്ങനെ നിങ്ങൾക്ക് വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട്, അതൊക്കെ നിങ്ങൾ വിശ്വസിച്ചുള്ളൂ, അതൊക്കെ നിങ്ങളുടെ അവകാശം തന്നെയാണ്. പക്ഷേ നിങ്ങളുടെ ലോജിക് എന്ന് പറയുന്ന സാധനം നിങ്ങളുണ്ടെങ്കിൽ ചിന്തിച്ചു നോക്കൂ, ഇതൊന്നും ഒന്നിന്റെ അവസാനമല്ല. നിങ്ങളെന്ന വ്യക്തി ഇപ്പോ ഒരു ഏത് മതത്തിലായിരുന്നാലും നിങ്ങളതിൽ 10 കാശില്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ അവസ്ഥ? ഏതെങ്കിലും മതത്തിന്റെ നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി, ഏതെങ്കിലും മത നേതൃത്വത്തിലേക്ക് വരുന്നവർ, മതത്തെ നയിക്കാൻ വേണ്ടി മഹല്ലുകളിൽ വരുന്നതും ഒരു പാവപ്പെട്ടവൻ നല്ല വിശ്വാസിയാണെന്നുള്ള പേരിൽ ആരെങ്കിലും പിടിച്ച് ഒരു കസേരയിൽ എടുത്തു? നിങ്ങളുടെ സമൂഹത്തിൽ നോക്കി, സാമ്പത്തികം മസ്റ്റാണ്, നിലയും വിലയും മസ്റ്റാണ്. അപ്പോ വിശ്വാസത്തിന് ചില മാനദണ്ഡങ്ങളൊക്കെ ഈ സമൂഹത്തിലുണ്ട്. ഞാൻ ഒരു മതത്തെ ഉദ്ദേശിച്ചല്ല പറയുന്നത്, ആ വിഷയത്തിൽ പറഞ്ഞു തുടങ്ങിയെങ്കിൽ പോലും എല്ലാവരെയും കൂടി ഉദ്ദേശിച്ചാണ് അത് പറയുന്നത്. അത്തരം കാര്യങ്ങൾ ഈ പറയാനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഒരു വിഭാഗം നല്ല മനുഷ്യരുണ്ട്. അതായത് ഈ ഏത് മതം എടുത്താലും അതിനകത്ത് മോശമുണ്ട്, നല്ലവരുമുണ്ട്. ഈ നല്ലവർ ആയിട്ടുള്ള മനുഷ്യരെ അവർ ഈ സമൂഹത്തിൽ ഇങ്ങനെ മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കാതെ ജീവിച്ചു പോകണമെന്ന് ചിന്തിക്കുന്നവർ കൂടി ചിലർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കൊണ്ടുള്ള പ്രത്യാഘാതങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നു. അതാണ് വേദനാജനകമായിട്ടുള്ള കാര്യം. ഞാൻ താമസിക്കുന്ന വീട് അല്ലെങ്കിൽ ഞാൻ സഹകരിക്കുന്ന ആൾക്കാരിൽ ഒരുപാട് പേരെ അറിയാം, പ്രത്യേകിച്ച് മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട നിരവധി സുഹൃത്തുക്കൾ എനിക്കുണ്ട്. കണിയാപുരം, ആലുമൂട് മേഖലകളിൽ ഏറ്റവും കൂടുതൽ ഞാൻ പഠിച്ചിറങ്ങിയ സ്കൂളുകളിൽ നിന്ന് അങ്ങനെ എല്ലായിടത്തും നോക്കുകയാണെങ്കിൽ കോളേജിൽ പോയപ്പോഴാണ് അതിലൊരു വ്യത്യാസം വന്നത്. ബാക്കി കമ്മ്യൂണിറ്റി ഏറ്റവും കൂടുതൽ സഹകരിച്ചിട്ടുള്ളത് മുസ്ലിങ്ങളുമായിട്ടാണ്. അപ്പം അവരിൽ ഞാൻ പറഞ്ഞ അതിലും ചിലരുടെയൊക്കെ നിലപാടുകൾ കുറച്ചിതാണെങ്കിൽ പോലും ഭൂരിപക്ഷം പേർ അങ്ങനെ അല്ലായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് ഭയങ്കര വിഷമം തോന്നുന്നത് ഈ കാര്യമായിട്ട് ബന്ധപ്പെട്ട്. ഈ മുസ്ലിം എന്ന് പറയുമ്പോൾ ഈ സംഘികൾ പൊതുവെ പറയുന്ന ഒരു വാചകമുണ്ട്, അതായത് എനിക്ക് ഒരുപാട് മുസ്ലിം സുഹൃത്തുക്കളുണ്ട് എന്ന് അവർ പൊതുവെ എല്ലാ സംഖ്യകളും പറയുന്നതാണ്. എനിക്ക് മുസ്ലിം സുഹൃത്തുക്കളൊക്കെ ഉണ്ട്, എന്നിട്ട് മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞ് വിമർശിക്കണം. അപ്പോൾ ഇതിൽ ഈ സുഹൃത്തെ അതിപ്പെടുമെന്ന് ചോദിച്ചാൽ അതിനവൻ ഉത്തരവില്ല. ഞാൻ ഉദ്ദേശിക്കുന്ന ആ മുസ്ലിങ്ങളല്ല, വേറെ മുസ്ലിങ്ങളാണ്. പക്ഷേ ഈ കമ്മ്യൂണിറ്റി ഒന്നാകെയാണ് ഇതിന്റെ ഭവിഷ്യത്ത് അനുഭവിക്കുന്നത്. ഇന്നലെ ആ നിർമ്മല കോളേജിലുണ്ടായ വിഷയം, ആ വിഷയവുമായി ബന്ധപ്പെട്ട് BJP ഇപ്പൊ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക. അതായത് സംഘപരിവാറുകാർ അവർ ഇപ്പോ ക്രിസ്ത്യൻ വിഭാഗത്തെ അടുപ്പിച്ച് നിർത്താൻ ശ്രമിക്കുക. കാരണം ഇവിടത്തെ രാഷ്ട്രീയത്തിലേക്ക് അവർക്കൊരു സ്പേസ് ഉണ്ടാക്കിയെടുക്കണം. ആ സ്പേസ് ഉണ്ടാക്കിയെടുക്കാൻ കിട്ടിയ ഒരു ഹോട്ട് സബ്ജക്റ്റ് ആണ്. ആ ഹോട്ട് സബ്ജക്റ്റിൽ എങ്ങനെയാണ് കണ്ടോ, സുരേന്ദ്രന്റെ പ്രതികരണം കേട്ടു. അതായത് ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും സ്ഥാപനങ്ങളിലേക്കകത്ത് കടന്നു കയറാൻ ശ്രമിക്കുകയാണ്. ഇത് ഇങ്ങനെയുള്ള ഒരു കാര്യമില്ലായിരുന്നു. പക്ഷേ നിങ്ങൾ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയൊക്കെ ഒന്ന് മതത്തിന്റെ ഈ ചട്ടക്കൂടുന്നൊന്ന് ഉപേക്ഷിക്കണമെന്ന് എല്ലാ മതക്കാരോടും പറയണം. അത് സംഘികളായിരുന്നാലും ശരി, ക്രിസംഘികളായിരുന്നാലും ശരി, അല്ലെങ്കിൽ മുസ്ലിങ്ങളായിരുന്നാലും ശരി, നിങ്ങൾ അത് മാറ്റി നിർത്തൂ. പഠനം, ആരോഗ്യം, ഇതൊക്കെ നിങ്ങൾ എന്തിനാണ് ഈ പൊതു ഇടങ്ങളെ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മാത്രമേ ഇതെല്ലാം ഉണ്ടാവുമെന്ന് വിചാരിക്കേണ്ട, മനസ്സിൽ വിചാരിച്ചാൽ മതി. നല്ല ചിന്താഗതിയാണെങ്കിൽ ഈ സിസ്റ്റം ഫോളോ ചെയ്യുന്നവരോട് തന്നെ പറയുകയാണ്. അതിനിപ്പോ ഇനി ആരെങ്കിലൊക്കെ വ്രണപ്പെടുത്തുമെന്ന് അറിയില്ല. നിങ്ങൾ മനസ്സുകൊണ്ട് നല്ലത് ചെയ്ത് ആ പ്രവൃത്തി ചെയ്തില്ലെങ്കിൽ പോലും അതിനൊന്ന് വിചാരിച്ചാൽ മതിയെന്ന്. അതിനെക്കുറിച്ച് ആ മാനസികമായിട്ട് നിങ്ങൾ എന്തിനെയാണോ വിശ്വസിക്കുന്നത് അതൊന്ന് ആത്മാർത്ഥമായി വിശ്വസിച്ചാൽ മാത്രം മതിയാകും. നിങ്ങൾ ശരിയാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ പിന്നാലെ വരും, നന്മ നിങ്ങളുടെ പുറകിൽ വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള ഒരു സംഘടിതമായ ആക്രമണം ആ മതവിഭാഗത്തിന് നേരിട്ട് തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് പല കാര്യങ്ങൾ കൊണ്ട് അവർക്കൊരു വിഷയം അവതരിപ്പിക്കാൻ കിട്ടാതെ വന്നപ്പോഴാണ് നിർമ്മല കോളേജ് എടുത്ത് അങ്ങ് മുന്നിലിട്ട് കൊടുത്തത്. സത്യം പറഞ്ഞാൽ തോന്നുന്നൊരു കാര്യം, ഈ മുസ്ലിം മതവിഭാഗത്തിന്റെ ഏറ്റവും വലിയ ശത്രു ഇതിനകത്തുള്ള ഒരു വിഭാഗക്കാരാണെന്ന് പറയേണ്ടി വരികയാണ്. അതിന് കാരണമെന്ന് പറയുന്നത് ഇവർ എന്തിനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടുവന്നിട്ട് ആവശ്യമില്ലാത്ത വിഷയം. ന്യൂമാൻ കോളേജിലെ ഒരു വിഷയം നമുക്കറിയാം, ജോസഫ് മാഷിന്റെ വിഷയം. പിന്നെ അദ്ദേഹത്തിന്റെ പല പരാമർശങ്ങൾ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അദ്ദേഹത്തിന്റെയൊക്കെ ഇപ്പോഴത്തെ നിലപാടുകൾ ആർക്ക് എതിരാണ് നിങ്ങൾ കരുതുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഇതിനകത്ത് അല്ലെങ്കിൽ ഇതിനെ ഫോളോ ചെയ്യുന്ന, ഇതിനെ പിന്തുടർന്ന കാണാത്തൊരു വലിയ
കാഴ്ച അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കാത്ത ഒരു അപകടമുണ്ട്. ഇതൊക്കെ ഉണ്ടാക്കുന്ന വ്യാപ്തി, ഇതൊക്കെ ഉണ്ടാക്കുന്ന പ്രത്യാഘാതം എത്രമാത്രം തീവ്രമാണെന്ന് നിങ്ങൾ അറിയുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ നാട്ടിൽ തന്നെ ഒരു ആറ്റിങ്ങൽ തൊട്ടപ്പുറത്തെ ഒരു പ്രദേശത്ത് ഒരു സൈനികന്റെ മുതുകിൽ ചാപ്പ കുത്തി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വലിയ വാർത്ത വന്നു, ഓർമ്മയില്ലേ? SDP ഒരു വ്യാജ വാർത്ത സൃഷ്ടിച്ചുകൊണ്ട് അദ്ദേഹം ഇല്ലാത്ത പ്രശ്നം സൃഷ്ടിക്കാൻ ശ്രമിച്ച ഒരു വലിയ പ്രശ്നം നമ്മുടെ നാട്ടിൽ നടന്നതാണ്. എന്തിനു വേണ്ടിയാണ്? അപ്പോ ഈ ഒരു മതത്തെ കോൺട്രൈസ് ചെയ്തുകൊണ്ടേ അവർക്ക് ഇവിടെ വളരാൻ പറ്റുള്ളൂ. ഒരു ശത്രുവായിട്ട്, അതായത് ഏതൊന്നിനും വളരണമെന്നുണ്ടെങ്കിൽ ഒരു ശത്രു വേണം. ആ ശത്രുവായിട്ട് അവർ ഇതിനെ നിർത്തിക്കൊണ്ട് ഇവരെ കുറിച്ചുള്ള കഥകൾ എന്തെങ്കിലുമൊക്കെ ഇല്ലാത്തത് പറയാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു കൊടുക്കുകയാണ്? നിങ്ങൾ സ്വമേധയാ തന്നെ നിങ്ങൾ അതേപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ള അവസരങ്ങൾ, അല്ലെങ്കിൽ അത് കാണിച്ചു കൊടുക്കാൻ നിങ്ങൾ ഒരു ഉദാഹരണങ്ങൾ ഇട്ട് കൊടുക്കുകയാണ്. ചെയ്തവരോടൊക്കെ, അല്ലെങ്കിൽ ആ മൂവാറ്റുപുഴയുള്ള ആൾക്കാരോടൊക്കെ വളരെ സഹതാപം മാത്രമേ തോന്നുള്ളൂ. ആ കുട്ടികളെ അതിനുവേണ്ടി പറഞ്ഞു വിട്ടത്. ആ പുതിയ കാലഘട്ടത്തിലെ MSF പോലൊരു സംഘടനയുടെ കുട്ടികൾക്കൊക്കെ എത്രമാത്രം ബോധോദയം ഉണ്ടായി, അല്ലെങ്കിൽ ബോധം ഇല്ലായ്മ ഉണ്ടാകുന്നു എന്ന് കൂടി തോന്നുകയാണ്. എന്നിട്ട് SFIയുടെ പേരൂടെ ഇപ്പോ ഇവർ വലിച്ചഴിക്കുകയാണ്. ആര്? മനഃപൂർവ്വം SFIയുടെ പേരൂടെ ഇതിനകത്ത് വലിച്ചഴിച്ചുകൊണ്ട് സംഘപരിവാറുകാർക്ക് ഈ കലാലയങ്ങൾക്കുള്ളിലെല്ലാം അവർക്കൊരു വലിയ പ്രതിരോധം തീർത്തുകൊണ്ടിരിക്കുന്നത് ഏത് സംഘടനയാണ്? ഒന്നോ രണ്ടോ കോളേജിലോ ഒന്നോ രണ്ടോ ജില്ലയിലുള്ള MSFകാരാണോ? KSUക്കാരാണോ? ഇവിടെ അവരുടെ ഒരു തരത്തിലുള്ള കളിയും നടക്കാത്ത ഒരു ഒറ്റ കാര്യം, SFI എന്ന പുരോഗമന ആശയം കലാലയങ്ങളിലകത്തേക്ക് സ്പ്രെഡ് ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് ഇവരുടെ ഒരു ഇത് നടക്കാത്തത്. അപ്പോ എല്ലായിടങ്ങളിലും മതം കൊണ്ടുവന്ന് തിരികെ കയറ്റിക്കൊണ്ട് മതം ഫോളോ ചെയ്താൽ മാത്രമേ മനുഷ്യനാകൂ എന്നുള്ള ചിന്താഗതി. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്, സ്വാതന്ത്ര്യമാണ്, ഈ നാട്ടിൽ അതിനുള്ള അവകാശമൊക്കെ ഉണ്ട്, അതൊന്നും ഒരു തർക്കമില്ലാത്ത കാര്യം തന്നെയാണ്. പക്ഷേ നിങ്ങൾ കുറച്ചുപേർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അത് എത്ര മനുഷ്യരുടെ ഒരു സമാധാന ജീവിതം തകർക്കുന്നു എന്നറിയാം. നമ്മുടെ നാട്ടിൽ അതായത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, എറണാകുളത്ത് ഒരു സഭയുടെ പരിപാടിക്കിടയിൽ ഒരു ബോംബ് സ്ഫോടനം ഉണ്ടായ സംഭവം നിങ്ങൾക്കൊക്കെ അറിയാലോ, ആരെ ഓർമ്മിപ്പിക്കേണ്ട കാര്യമല്ലോ. അതിലെ പ്രതിയായിരുന്ന വ്യക്തി ഇന്ന മതത്തിൽപ്പെട്ടതാകരുതേ എന്ന് ഈ സമൂഹത്തിലുള്ളവരെല്ലാം ഒന്നടങ്കം ചിന്തിച്ചൊരു സന്ദർഭമുണ്ട്. കാര്യം അത്രമാത്രം ഒരു സെൻസിറ്റീവ് ഇഷ്യൂവിനെ ഉയർത്തി കത്തിക്കാൻ ശ്രമിക്കുന്ന സന്ദർഭത്തിലാണ് അന്യ ഒരു വിഭാഗം, പ്രത്യേകിച്ച് ക്രിസംഖികളെ വല്ലാതെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അവരുടെ ഇന്നലെ വലിയ ഗ്ലോബൽ കത്തോലിക് കൗൺസിലിന്റെയൊക്കെ പ്രസ്താവനകൾ ഇറക്കുന്ന രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിച്ചു. ആൾക്കാരുടെ മുന്നിലേക്ക് ഇക്കാര്യങ്ങൾ ഇങ്ങനെ കാട്ടുതീ പോലെ പടർന്നെത്തും. ഇനിയിപ്പോ നിങ്ങൾ ഇതിനെ സംബന്ധിച്ച് കുട്ടികൾക്ക് തെറ്റുപറ്റി എന്ന് പറയുന്നത് എത്ര പേരിലേക്ക് എത്തുമെന്നാണ് നിങ്ങൾ കരുതുന്നത്? ഒരു സൈഡിൽ ഇവരുടെ വ്യാജ പ്രചരണങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് പെടാപ്പാടാണ്. ഒരു വല്ലാത്തൊരു ഇവരെയൊക്കെ കുറിച്ച് ആലോചിക്കുമ്പോൾ സഹതാപം തോന്നുകയാണ്. മതത്തിനകത്തൊക്കെ നിന്നുകൊണ്ട് എന്തിനാണ് നിങ്ങൾ ആരാധനാലയങ്ങളിലേ നിന്ന് പുറത്തേക്കൊക്കെ ഇതെങ്ങനെ സ്പ്രെഡ് ചെയ്ത് മാത്രമേ ഇത് ഏറ്റവും കൂടുതൽ ഇതിന്റെ ഗുണഭോക്താക്കൾ എന്ന് പറഞ്ഞാൽ ഏത് മതത്തിന്റെ ആയിരുന്നാലും ഇതിന്റെ തലപ്പത്തിരിക്കുന്നവരാണ്. അവർക്ക് ഇതുണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റുള്ളൂ. ഇതിന്റെ പിടി കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഇവരെങ്ങനെ ജീവിക്കും? അപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലായിടത്തും ഇതിനെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കണമെന്നുള്ള രീതിയിൽ ഇവർ ഒരു സമൂഹത്തിനെ മുഴുവൻ ഇതിന്റെ കീഴിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. അത് നിങ്ങളൊരു പുതിയ കാലഘട്ടത്തിലാണ്, വളരെ പണ്ടത്തെ കാലഘട്ടം പോലെ ഒന്നുമല്ല. പിറ്റന്നത്തെ പത്രം ഇറങ്ങുമ്പോഴേ അറിയുള്ളൂ. ഇപ്പോ ലൈവായി, ഫോണുകളായി ഇങ്ങനെ പ്രചരിച്ച് കാര്യങ്ങളെല്ലാം ഈ മറ്റേ കാട്ടുതീ പടരുന്ന വേഗത, അതിനേക്കാൾ വേഗതയിൽ കാര്യങ്ങൾ അങ്ങ് എത്തുകയാണ്. അതിലൂടെ എന്തായി നിങ്ങളിപ്പോ ഇന്നത്തെ ദിവസത്തെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ചാൽ നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കില്ല, നിങ്ങൾ ബോധേടുമല്ല. പക്ഷേ മനസമാധാനം നഷ്ടപ്പെട്ട നിരവധി മനുഷ്യരുണ്ട് ഈ നാട്ടിൽ. നിങ്ങൾ ഇതൊക്കെ ചെയ്ത് ഇന്നത്തെ കാലഘട്ടത്തിൽ നേരം വെളുക്കാത്ത കുറെ പേരുണ്ടെന്ന് പറയുന്നതിൽ വളരെ സങ്കടകരമായ കാര്യം തോന്നുന്നു. എന്തായാലും ഇത്തരം പ്രവർത്തനങ്ങൾ നിർത്തണമെന്ന് പറയാനായിട്ട് ഒരു പൗരൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് അവകാശമുണ്ട്. പക്ഷേ അത് ചെയ്യണം, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾ ചെയ്യരുത്, അത് ഈ മതത്തിന് ഡാമേജ് ഉണ്ടാക്കുമെന്ന് പറഞ്ഞു കൊടുക്കുന്ന യുക്തിചിന്തയില്ലാത്ത പുരോഹിതന്മാർ അല്ലെങ്കിൽ ഉസ്താക്കന്മാരോ ഇമാമുമാരോ ഏതിലും ഉണ്ടെങ്കിലും വലിയ അപകടം. നമ്മൾ ഈ അടുത്ത കാലത്ത് ക്രിസ്തീയ മതവിഭാഗക്കാരെല്ലാം ലോകയിട്ടവരെയൊക്കെ വിമർശിച്ചിട്ടുണ്ട്. അങ്ങനെ ഏതെങ്കിലും ഒരു മതവിഭാഗത്തെ കോൺട്രൈസ് ചെയ്യണമെങ്കിൽ നമ്മുടെ നാട്ടിലൊന്ന് ആലോചിച്ചാൽ മതി. പലസ്തീൻ ഇസ്രയേൽ വിഷയം നടക്കുമ്പോൾ ഇവിടുത്തെ മതേതര ചിന്തയുള്ളവർ ആക്രമിക്കപ്പെടുന്നവർക്കൊപ്പം നിന്ന സമൂഹമാണ്. അവിടെയാണ് ഇമാതിരിയുള്ള, അതായത് ഇവർക്ക് പ്രത്യേക താല്പര്യമൊന്നുമില്ല. ഒരു ആരാക്രമിക്കപ്പെടുന്നു, നമ്മുടെ കാര്യങ്ങൾ എങ്ങനെ നടത്തിക്കൊണ്ടു പോകാം, നമുക്ക് എവിടെയൊക്കെ നുഴഞ്ഞു കയറാൻ പറ്റും, എന്തിനാണ്? നല്ലതാണെങ്കിൽ അത് തനിയെ അംഗീകരിക്കപ്പെടും. ഒരിടത്തും കൊണ്ടുവന്ന് സമ്മർദ്ദം ചെലുത്തി ഒന്നും ചെയ്യിക്കേണ്ട കാര്യമില്ല. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കണ്ടു, ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് ശിരോവസ്ത്രം അനുവദിക്കണം, മതമായിട്ടുള്ള ബന്ധം ശിരോവസ്ത്രമാണെന്ന് തോന്നുന്നു. വല്ല കാര്യമുണ്ടോ?
അതേ ഹോസ്പിറ്റലിലെ ഇതേ മതത്തിൽ പെട്ടുന്ന ഒരാള് അവിടുത്തെ വളരെ ഒരു അസിസ്റ്റന്റ് പ്രൊഫസർ ആയിട്ടുള്ള വ്യക്തി ഈ വിഷയത്തിൽ സംസാരിച്ച് കാര്യം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അങ്ങനെ താല്പര്യമുള്ളവരെ വെളിയിൽ നിർത്തുന്നതാണ്. കാര്യം അങ്ങനെയും ചിന്തയില്ലാത്ത മനുഷ്യർ ഇതിനകത്ത് തന്നെ ഉണ്ടെന്ന്. അതാണ് അതിന്റെ സന്തോഷം എന്ന് പറഞ്ഞാൽ. പുള്ളി ആ വിവാദം ഉണ്ടായപ്പോൾ എന്താണ് യാഥാർത്ഥ്യം അറിയാൻ വിളിച്ചപ്പോൾ പുള്ളിയുടെ മറുപടിയാണ്. അത് കേട്ട വളരെ സന്തോഷം തോന്നി. കാര്യം പുള്ളിയോട് ചോദിക്കുമ്പോൾ അതിന്റെ കൃത്യാവസ്ഥ അറിയാമെന്നുള്ള രീതിയിലാണ് പുള്ളിയെ വിളിച്ചു ചോദിച്ചത്. പേര് പറയുന്നില്ല, ഇനി അദ്ദേഹത്തിന്റെ തോളിൽ ചെന്ന് കയറാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആരും പോകേണ്ടതില്ലാത്തതുകൊണ്ട് പറയുന്നില്ല. അപ്പോ സ്വാഭാവികമായിട്ട് നിർമ്മല കോളേജിൽ കാണിച്ചത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു വർഗീയ സംഘടനയ്ക്ക് ഈ സമൂഹത്തിൽ വളരാൻ, വേരുറപ്പിക്കാൻ നിങ്ങൾ ഇട്ടുകൊടുത്തൊരു വിത്താണ്. ആ വിത്ത് ഏതൊക്കെ രീതിയിൽ അവർ വളർത്തും എന്നുള്ളത് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. ചിലപ്പോൾ നിങ്ങളുടെ പ്രശ്നമായിരിക്കില്ല. പക്ഷേ അല്ല, ഈ നാടിന്റെ ഒരു സമാധാന അന്തരീക്ഷം, ഈ നാടിന്റെ വ്യത്യസ്തമായ ചിന്തകൾ, ഈ നാട് കഴിഞ്ഞ കുറെ കാലമായിട്ട് മറ്റൊരു വർഗീയതയെ ഇവിടെ ചെറുക്കാൻ വേണ്ടി പോരാടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ, അതിനെയെല്ലാം തകർത്തെറിയുന്ന ഇമാതിരി വിഷജന്തുക്കൾ എന്ന് തന്നെ വിളിക്കുക. ബാക്കിയുള്ളവർക്കെല്ലാം വല്ല സങ്കടം ഉണ്ടാകുകയാണ്. കാര്യം നമ്മളൊക്കെ ഇതിനെതിരെയൊക്കെ വളരെ ശക്തമായിട്ടുള്ള നിലപാടുകളൊക്കെ സ്വീകരിക്കുമ്പോൾ അതിനകത്തുള്ളവർ തന്നെ ഇത്തരം പ്രവർത്തനം കാണിക്കും. ഒരു പക്ഷേ ഇതിനകത്തുനിന്ന് തന്നെ വളരെ ശക്തമായിട്ടുള്ള ശബ്ദമുയർന്നിലേക്കുള്ള അപകടം നിങ്ങൾ മനസ്സിലാക്കുക. ലോകത്താകമാനം ഇസ്രയേലും പലസ്തീനും തമ്മിലുള്ള വിഷയങ്ങൾ നമ്മൾ ഈ മതം തന്നെ മാറ്റിവിട്ടിട്ട് മനുഷ്യരായിട്ടൊന്ന് ചിന്തിച്ചു. നമ്മൾ അതായത് ഇങ്ങനെ ഒരു അവസ്ഥയിൽ ജീവിക്കേണ്ട ഒരു നിലവാരത്തിലൊക്കെ എത്തിപ്പോയി, അല്ലെങ്കിൽ ആ ലെവലിലേക്കൊക്കെ എത്തിപ്പോയി കഴിഞ്ഞാൽ അവിടുത്തെ മനുഷ്യർ കുഞ്ഞുങ്ങളെയൊക്കെ എടുത്തുകൊണ്ട് ഓടുന്ന കാഴ്ചകൾ കണ്ടിട്ട് എന്തൊരു അവസ്ഥയാണ്. മാനസികമായിട്ട് ഒരു സമാധാനം ഇല്ലാതെ ജീവിക്കേണ്ട ഗതികളിലേക്കൊക്കെ വരുന്നത്. ദയവ് ചെയ്ത് ഈ നാടിനെ നിങ്ങളൊന്ന് കുട്ടിച്ചോറാക്കരുത്. ഇതിനു വേണ്ടിയൊക്കെ എടുക്കുന്നവർ, അതാ ആരായിരുന്നാലും ശരി, നിങ്ങൾക്ക് ഇനിയിപ്പോ ഈ സപ്പോർട്ടീവ് എന്ന് പറയുന്നത് അവനവന്റെ കാര്യം നോക്കാൻ വേണ്ടി നിൽക്കുന്നവരാണ്. എന്ത് തെറ്റിനെ ന്യായീകരിക്കുന്നവരെന്ന് പറഞ്ഞാൽ തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് പറയണം. ആ പറയാനുള്ള ആർജവം ഇതിനകത്തുള്ളവർക്ക് ഉണ്ടാകുമ്പോഴാണ് ഇതൊക്കെ കുറെ കൂടി നവീകരിക്കപ്പെടുന്നത്. അല്ല ഇമാതിരിയൊക്കെ തോന്നിവാസം കാണിച്ചിട്ട് എന്ത് നേടി എന്നുള്ളതാണ്. ഇത്രയും കാലം ഉണ്ടാക്കിയ ഒരു പ്രതിരോധത്തിന്റെ ഒരു ഘട്ടം കൂടി അവർക്ക് വളരെ പെട്ടെന്ന് തകർക്കാൻ വേണ്ടിയുള്ള അവസരം നിങ്ങൾ ഉണ്ടായിക്കൊടുത്തു. അത്രയേ അതുകൊണ്ട് ചെയ്തോളൂ. എന്തെല്ലാം പ്രചരണങ്ങൾ, ഏതറ്റം വരെ അത് ചർച്ചകൾ പോയി. വല്ല കാര്യമുണ്ടോ? എന്ത് ഉപയോഗം ഉണ്ടായി? പ്രാർത്ഥനകളൊക്കെ ഇപ്പോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തിരിച്ചു വന്നതിന് ശേഷം ചെയ്യാതെ എന്തിനാണ് ഇതൊക്കെ ഇത്ര എല്ലായിടത്തും ഇത് വേണം എന്നാൽ മാത്രമേ എനിക്ക് അതിന്റെ ഫലസിദ്ധി കിട്ടുന്നു. നിങ്ങളുടെ സ്വാതന്ത്ര്യമാണെങ്കിൽ നിങ്ങൾ ഇവിടത്തെ ബാക്കിയുള്ള സിസ്റ്റങ്ങൾ മുഴുവൻ അത് കൊണ്ടുവന്ന് ഉണ്ടായേ പറ്റൂ എന്ന് പറയുന്നത് നിങ്ങൾ ബാക്കിയുള്ള ഇടങ്ങളിലൊക്കെ ഒന്ന് ചെന്ന് നോക്കൂ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ നാട്ടിൽ ആലോചിച്ച് വേറെ എവിടെയെങ്കിലുമൊക്കെ ഇതൊക്കെ നടക്കുന്ന കാര്യമാണ്. ഒന്ന് ആലോചിച്ചു. ബുൾഡോസർ രാജ് നടക്കുന്ന ഒരു രാജ്യത്ത് അതിനേക്കാൾ എത്ര സമാധാന അന്തരീക്ഷത്തിൽ ജീവിക്കുന്ന ഒരു സ്റ്റേറ്റാണ്. അവിടെയാണ് ഇതൊക്കെ വഷളാക്കാൻ ശ്രമിക്കുന്നത്. മഹാമോശം എന്ന് പറഞ്ഞാൽ ഇതിനൊന്നും ഒരു അംശം പോലും വച്ച് ഞാൻ പറഞ്ഞ യോജിക്കാനും പറ്റില്ല. അതൊക്കെ ചെയ്തതിന് ശേഷം അതിനെ ന്യായീകരിക്കുകയാണ്. കാര്യം ഞാൻ പറഞ്ഞില്ലേ, ഈ ചെയ്ത തീവ്ര നിലപാടുള്ളവരുടെ ഒരു കാര്യം പറയാനുള്ളത്, അവർക്ക് ഈ ഹിന്ദു പേരുള്ള ചിലരുടെയൊക്കെ വിശദീകരണ കുറിപ്പ് കൊണ്ടിട്ട് ന്യായീകരിക്കുന്നുണ്ട്. കണ്ടില്ലേ? നിനക്ക് അറിഞ്ഞൂടാത്തതുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ വായിച്ചു നോക്കും. ഞാൻ പറഞ്ഞ ഇത് എന്ത് ന്യായം പറഞ്ഞാലും ഇതിനെ ഒന്നും ഒരു ന്യായീകരണത്തിന്റെ ആവശ്യമൊന്നുമില്ല. ഇതിലൊക്കെ ഒറ്റ കാര്യമേ ഉള്ളൂ. ഇതൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഞാൻ പറഞ്ഞ കാലഘട്ടത്തിനൊത്ത് സഞ്ചരിക്കേണ്ടതാണിത്. കാര്യം ഈ ഭൂമിയിൽ എന്തുണ്ടോ എനിത്തിങ് അതെല്ലാം സൃഷ്ടിക്കപ്പെട്ടത് മാത്രമാണ്. ഒന്നും തനിയെ ഉണ്ടായതാണ് നിങ്ങൾ വിചാരിക്കുക. സൃഷ്ടിക്കപ്പെട്ട എന്ത് കാര്യമാണോ, ഇപ്പൊ ഞാൻ ചോദിച്ചത്, നിങ്ങൾ ഒരു പുതിയ ഇന്നത്തെ കാലഘട്ടത്തിൽ നിങ്ങൾ പഴയത് കണ്ടതൊന്നും പുതിയ കാലത്തെ കുട്ടികൾ കാണില്ല. പുതിയത് സൃഷ്ടിക്കപ്പെട്ടതാണ്. അതാണ് അവരുടെ ലോകം. പഴയതിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞാൽ കാണാത്തതും കേൾക്കാത്തതിനെ കുറിച്ചൊക്കെ കുറച്ചു പേർക്ക് വിശ്വസിക്കുമായിരിക്കും. ബാക്കിയോ നിങ്ങളുടെ തലമുറയിൽ കണ്ട മനുഷ്യരെ കുറിച്ച് ഇന്നിപ്പോ ഉള്ള കുട്ടികളുടെ അടുത്ത് പറഞ്ഞാൽ നിങ്ങൾക്കേ അതിനെക്കുറിച്ച് അറിയാൻ പറ്റൂ. അവർക്ക് കേൾക്കും, അവർക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ല. സ്വന്തം 3-4 തലമുറ പുറകിലുള്ള പൂർവികരെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമായിരിക്കാം. ആരൊക്കെ ഉണ്ടായിരുന്നു, വിഷയമുണ്ടായിരുന്നു. നമുക്ക് എന്താ അവരെ കുറിച്ച് രൂപമൊന്നും ഇല്ലാത്തൊരു കാര്യം. അതുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഉള്ളതെല്ലാം സൃഷ്ടിക്കപ്പെട്ടതാണ്. മനുഷ്യൻ ഉണ്ടായതിനു ശേഷം മനുഷ്യന് വേണ്ടി സൃഷ്ടിച്ച കാര്യങ്ങൾ മാത്രമാണ്. അപ്പൊ അതൊക്കെ പോസിറ്റീവായിട്ട് ഉപയോഗിക്കും. മനുഷ്യരെ പരസ്പരം വേർതിരിക്കാനോ മനുഷ്യരെ പലതട്ടിലാക്കാനോ അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ഇടങ്ങളിലൊക്കെ ഇതൊക്കെ മെന്റൽ റിലീഫ് മാത്രമാണ്. നിങ്ങൾ അത് മാത്രം മനസ്സിലാക്കൂ. അതിനപ്പുറത്തേക്ക് ഒന്നും തരില്ല. നിങ്ങൾ ആശുപത്രി കിടന്നു കഴിഞ്ഞാൽ ബ്ലഡിന്റെ കാര്യം നമ്മൾ എല്ലായിടത്തും പറയുന്ന ഒരു കാര്യം, അതൊന്നുമില്ല. ഞാൻ ചോദിച്ച ആ സന്ദർഭങ്ങളിലൊക്കെ ഇതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? ഒരു ഗുണവുമില്ല. ആ സമയത്ത് മതവും ജാതിയൊന്നുമല്ല. ആരൊരു വൃക്ക തരാനുണ്ട്, ആരെങ്കിലും ഒരു മസ്തിഷ്ക മരണം സംഭവിച്ചപ്പോൾ 5 പേർക്ക് ജീവൻ കൊടുത്തൊരു ടീച്ചർ കടന്നുപോയി. 14 വയസ്സുള്ള ഒരു കുട്ടിക്കാണ് കൊടുത്തത്.
ജാതി മതമൊക്കെ നോക്കിയ. അപ്പോ മതമൊക്കെ നിങ്ങളുടെ ഒരു സ്വകാര്യ പ്രാക്ടീസാക്കി മാറ്റണമെന്നൊരു അഭ്യർത്ഥന മാത്രം വയ്ക്കുന്നുണ്ട്. നിർമ്മല കോളേജ് പോലുള്ള ഒരു സംഭവം ഇനി ഈ സമൂഹത്തിന്റെ ഇടയിൽ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഈ സമൂഹത്തിന്റെ ഒരു സമാധാന അന്തരീക്ഷത്തെ തകർക്കുന്നുണ്ട് എന്ന് തിരിച്ചറിവ് ഉണ്ടാകണമെന്ന് മാത്രമേ ഇതിനൊക്കെ നേതൃത്വം കൊടുക്കുന്നവരടുത്തൊക്കെ പറയാനുള്ളൂ. ഈ നാടിന് വേണ്ടത് സമാധാന അന്തരീക്ഷമാണ്. ഈ നാടിന് വേണ്ടത് വരും തലമുറയ്ക്ക് ഇവിടെ എങ്ങനെയാണോ ഇത്രയും കാലം ജീവിച്ചത് ആ ഒരു അന്തരീക്ഷം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഇന്ന് ജീവിച്ചിരിക്കുന്നവരുടെ ഉത്തരവാദിത്വം. മനസ്സിലായില്ലേ? അല്ലാതെ വരും തലമുറയ്ക്ക് ഇനിയിപ്പോ ഇവിടെ ഇന്ന ഒരു വിഭാഗക്കാർ മാത്രം മതി എന്നുള്ളതാണോ നിങ്ങളുടെയൊക്കെ കാഴ്ചപ്പാടെന്ന് ചോദിച്ചു പോവുകയാണ്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കും, എതിരഭിപ്രായങ്ങൾ ഉണ്ടാകുന്നവരാണ്. കാര്യം ചിലതിനോടൊന്നും നമ്മൾ എത്ര തർക്കിച്ചിട്ടും കാര്യമില്ല. കാര്യം മതത്തെക്കുറിച്ചൊന്നും നിനക്ക് അറിഞ്ഞില്ല. ഞാൻ പറഞ്ഞ അത്രയും വലിയ ഡീറ്റെയിൽഡ് ആയിട്ട് അറിയേണ്ട കാര്യം എനിക്കില്ല. മതത്തെക്കുറിച്ചല്ല ഞാൻ ചിന്തിക്കുന്നത്. ഞാൻ മതത്തെ അല്ല, ഈ സമൂഹത്തിൽ നിങ്ങൾ ആ മതത്തെ വിചാരിച്ചുകൊണ്ട് നിങ്ങളും വേട്ടയാടപ്പെടാതെ ഈ സമൂഹത്തിൽ ജീവിക്കണം. അത് മാത്രമാണ് എന്റെ ചിന്താഗതി. വരും തലമുറ അങ്ങനെ ജീവിക്കണം. നിങ്ങളുടെ പിൻതലമുറക്കാരും ഈ സമൂഹത്തിൽ ഇനിയിപ്പോ വരും കാലങ്ങളിൽ ഒരിക്കലും ആക്രമിക്കപ്പെടാതെയോ നിങ്ങൾ ഈ മതത്തിൽ ജനിച്ചു പോയത് കൊണ്ട് നിങ്ങൾ അതിന്റെ പേരിൽ നിങ്ങൾ ഒരിക്കലും വേട്ടയാടപ്പെടരുതെന്ന് ചിന്തിക്കുന്ന കൂട്ടത്തിലാണ്. അത്രമാത്രമേ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളൂ. അതുകൊണ്ട് നിർമ്മല കോളേജിൽ കാണിച്ചത് ഈ സമൂഹത്തിനിടയിൽ വേറൊരു പോളറൈസേഷനാണ് വിത്തിട്ട് കൊടുത്തതെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അങ്ങനെ ഉണ്ടാക്കിയ മുറിവുകളെ പെട്ടെന്ന് നമുക്ക് ഉണക്കാനും പാടാണ്. സമൂഹത്തിന്റെ ഇടയിലേക്ക് അതിനെ വലിയ വ്രണമാക്കാൻ ശ്രമിക്കാൻ അല്ലെങ്കിൽ വ്രണമാക്കാൻ വേണ്ടി കാത്തിരിക്കുന്നവർ അതിനെ വ്രണമാക്കിക്കൊണ്ട് തന്നെ ഇരിക്കും. എന്ത് ഗുണമുണ്ടാകും? കഷ്ടമെന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല. നിങ്ങളിപ്പോ ഏറ്റവും കുറച്ച് വൈകിയെങ്കിലും, ഇന്നലെ തന്നെ അത് തിരുത്താതെ ഇന്ന് ഇത്രയും വൈകിയെങ്കിലും അത് കുട്ടികൾക്ക് തെറ്റുപറ്റി എന്നൊക്കെ പറയുമ്പോൾ അതൊന്നും ഇന്നലെ ചർച്ചയായതുപോലെ ചർച്ചയാകത്തുമില്ല. എന്തായാലും അങ്ങനെയെങ്കിലും പറഞ്ഞല്ലോ, അതിനെ ന്യായീകരിക്കാതെ തന്നെ പറഞ്ഞു. ആ കുട്ടികളെ കൊണ്ട് തന്നെ ഇത് ഇങ്ങനെ ഒരു ആവശ്യത്തെക്കുറിച്ച് പറഞ്ഞതിനെ കുറിച്ച് അത് ഒരു തെറ്റായി ചിത്രീകരിച്ചാണെന്നൊക്കെ പറയിച്ചാൽ നല്ലതാണ്. തെറ്റുകൾ സംഭവിക്കും, തിരുത്തുക, അതാണ് മാതൃകാപരമെന്ന് മാത്രമേ പറയാനുള്ളൂ. ഇതില് ഇനിയിപ്പോ പക്ഷം പിടിക്കുന്നതാണ്, ഞാൻ സംഘിയാകാൻ സാധ്യതയുണ്ട്, അതൊന്നും ഒരു കുഴപ്പമില്ലാതെ നിങ്ങൾ അങ്ങനെ വേണമെങ്കിലും ചാപ്പൂത്തിക്കോളൂ. പക്ഷേ വ്യക്തിപരമായിട്ട് എന്നെ അറിയാവുന്നവർക്ക് കൃത്യമായിട്ട് ബോധ്യപ്പെടും എന്തുകൊണ്ട് ഞാൻ ഇത് പറഞ്ഞു എന്നുള്ള കാര്യത്തെക്കുറിച്ച്. അതുകൊണ്ട് ഈ ചിലരൊക്കെ കാണുന്നവർ കേൾക്കുന്നവരുടെയൊക്കെ സർട്ടിഫിക്കറ്റിന് വേണ്ടിയല്ല പറഞ്ഞത്, ഈ സമൂഹത്തിന് വേണ്ടി തന്നെയാണ് ശബ്ദമുയർത്തിയത്. അപ്പോ കുറച്ചു പേരൊക്കെ അഭിപ്രായം ഇട്ടിട്ടുണ്ട്. ബാലകൃഷ്ണൻ MK, കോളേജ് കോമ്പൗണ്ടിനകത്തൊരു ബിരിയാണി കൗണ്ടർ ഏർപ്പെടുത്തണം ബിസ്മയിൽ. അതൊക്കെ പ്രത്യേക താല്പര്യത്തോടു കൂടി വിമർശിക്കാനും. മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ ഫെസ NKM, നിർമ്മല കോളേജിൽ ഒരു മുറിവുണ്ടായിരിക്കുന്നു, അത് മരുന്ന് വെച്ച് കെട്ടി ഉണക്കുകയാണ് വേണ്ടത്. ശരിയാണ്, വരുന്നവരെയൊക്കെ കെട്ടിവെച്ചത് പൊളിച്ചു നോക്കി കൂടുതൽ വഷളാക്കരുത്. കേരളത്തിലെ സാമുദായിക സൗഹൃദം തകർക്കരുത്, അത്രയേ ഉള്ളൂ. അതൊക്കെ അതിനോട് തന്നെയാണ് യോജിക്കുന്നത്. സാമുദായിക സൗഹൃദം തകർക്കരുത്, മതേതരത്വം എന്ന വാക്കിന്റെയൊക്കെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കുക. ആ വാക്ക് ചുമ്മാ നമുക്ക് പ്രതിരോധിക്കാൻ വേണ്ടി പറയുന്നതല്ല, ആ വാക്കിനൊക്കെ വിശാലമായ അർത്ഥമുണ്ട്. സാമുദായികമായിട്ടുള്ള നമ്മൾ ഒരു സ്പ്ലിറ്റ്, ഇപ്പൊ ഈ അടുത്ത അർജുന്റെയൊക്കെ വിഷയം വന്നപ്പോ ഒരു വിഷയമില്ല, നമ്മൾ ഒരു മലയാളികൾ എന്നുള്ള നിലയ്ക്കുള്ള ആ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലൊക്കെ ഇവർ ഉണ്ടാക്കി വെച്ച പോളറൈസേഷനെയൊക്കെ ഒരുവിധം മറികടക്കാൻ പറ്റുന്ന ഒരു സന്ദർഭത്തിൽ എത്തിയപ്പോഴാണ് ഇമാതിരി ഊളത്തരങ്ങളൊക്കെ കാണിക്കുന്നത്. കഷ്ടമെന്നല്ലാതെ എന്ത് പറയും. ചിലരെയൊക്കെ കുറിച്ച് ആലോചിച്ചാൽ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്കൊക്കെ അവർക്ക് ആ കുട്ടികൾക്ക് ആവശ്യമില്ലാത്ത പിന്തുണ കൊടുത്തുകൊണ്ടാണ് ഇമാതിരി പ്രവർത്തനം അവിടെ കാട്ടിയത്. അതിന്റെ യസബയുടെ തലയിലൂടെ കൊണ്ടുവയ്ക്കുന്നത്. യസബയുടെ തലയിൽ വെക്കുന്നത് സംഘപരിവാറിന്റെ കൃത്യമായിട്ടുള്ള ഇതാണ്. അവരിന്നലെ ആ വിഷയത്തിൽ ഇടപെട്ടിട്ടില്ല, അങ്ങനെ ഇടപെടേണ്ട കാര്യമില്ല. കലാലയങ്ങളാണെന്ന് മറന്നു പോകരുത്. കലയുടെ ആലയങ്ങളാണ്. നിങ്ങൾ പാടുകയോ ആടുകയോ സന്തോഷിക്കുകയോ എന്ത് വേണോ വെച്ചാൽ, പക്ഷേ അവിടെ മതം തിരികാൻ ശ്രമിക്കുന്നതും, അവിടെ നിങ്ങൾ പോയിട്ട് എന്തിനാണ് മതത്തെക്കുറിച്ച്, ഞാൻ ഹിന്ദുവാണ്, ഞാൻ മുസ്ലിമാണ്, ഞാൻ ക്രിസ്ത്യൻ, ഇതൊക്കെ മറന്നിട്ട് നിങ്ങൾ വിദ്യാഭ്യാസം നേടാൻ വേണ്ടി പോകൂ പൊന്നു കുഞ്ഞുങ്ങളെ എന്നേ പറയുന്നുള്ളൂ. അവിടെ പോയിട്ട് നമ്മൾ പരസ്പരം നമ്മുടെ മതത്തെ പോലും ആരെയും മുന്നിൽ എക്സ്പോസ് ചെയ്യാൻ വേണ്ട കാര്യമില്ലെന്നേ. നമ്മൾ അവിടെ പോകുന്നത് കരിയർ ബിൽഡപ്പിന്റെയൊക്കെ ഒരു ഭാഗമായിട്ടാണ്. അപ്പൊ ആ വിദ്യാലയങ്ങളിലൊക്കെ ഈ ആവശ്യമില്ലാത്ത പ്രവർത്തനങ്ങൾ, നാളെകളെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കൂ. അതിന് പുറത്തേക്ക് വരൂ, നിങ്ങളുടെ സ്വകാര്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തോളൂ, അതൊന്നും വേണ്ടെന്നാരാ പറഞ്ഞു. അപ്പോ അതാണ് വിഷയം. ഈ ഒരു വിഷയത്തിൽ വ്യക്തിപരമായിട്ടുള്ള എന്റെ അഭിപ്രായം, അത് സംഘപരിവാറിന്റെ ഒരു വലിയ പ്രചരണങ്ങൾക്ക് അത് അവസരമുണ്ടാക്കിയിരിക്കുന്നു. അതിൽ വീണു പോകരുത്. ഇതിന് ശ്രമിച്ചവർ
തെറ്റുകാർ തന്നെയാണ്, ഒരു സംശയമില്ല. അതിനുവേണ്ടി ശ്രമിച്ചവർ തെറ്റുകാർ തന്നെയാണ്. അങ്ങനെ കോളേജുകളിൽ പ്രത്യേകിച്ച് എല്ലാ മതക്കാർക്കും ഗണപതി ഹോമം നടത്തിയ കോഴിക്കോടത്തെ ഒരു സ്കൂളിനെതിരെ ഈ നാട്ടിൽ വലിയ വിമർശനം ഉണ്ടാക്കിയ നാടാണ്, മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ കാര്യങ്ങൾക്ക് മാത്രം നിങ്ങൾ ഏതെങ്കിലുമൊക്കെ ഉദാഹരണങ്ങൾ ഇത് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എവിടെ പോയാലും കുറെ ഉദാഹരണങ്ങൾ. ഞാൻ പറഞ്ഞ ആ ഉദാഹരണങ്ങളെ പിടിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ മതത്തെ ദ്രോഹിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ആ സിസ്റ്റങ്ങൾ ഒന്നും വേണ്ട എന്നുള്ള പൊതുചിന്തകളാണ് ഈ സമൂഹത്തിനിടയിൽ സ്പ്രെഡ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ദയവായിട്ട് ഈ വിഷയം നിങ്ങൾ ഈ മറ്റൊരിടത്തും കൂടെ കൊണ്ടുവന്ന് ഈ മറ്റേ നിങ്ങളുടെ മതം മാത്രമല്ലെന്ന് ഈ സമൂഹം അതൊന്ന് മനസ്സിലാക്കൂ. ഇത് എല്ലാ മതക്കാരും ഉള്ളിടത്തൊക്കെ എല്ലായിടത്തും എന്റെ മതം എന്ന് ചിന്തിക്കുന്നത് നിങ്ങളുടെ ഉള്ളിലെ അറിവില്ലായ്മയാണെന്ന് മാത്രമേ പറയാനുള്ളൂ. കഷ്ടമാണ്. ഈ ചെയ്ത പ്രവർത്തനങ്ങളിൽ എത്രയോ നല്ല മനുഷ്യരുണ്ടെന്നറിയും. ഒന്നും പറയാനില്ല ഇതിനെക്കുറിച്ചൊക്കെ. എന്നോട് അതിലേക്ക് വിയോജിച്ചാലൊന്നും ഒരു പ്രശ്നമില്ല. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട അഭിപ്രായം പറഞ്ഞില്ലായിരുന്നെങ്കിൽ അത് ഞാൻ ഈ സമൂഹത്തിനോട് ചെയ്യുന്ന ഒരു വലിയ ഇതാണ്. കാര്യം നമ്മളൊക്കെ ഈ ഒരു വിഷയത്തിലൊക്കെ എപ്പോഴും സംഘപരിവാറിനെതിരെ ശബ്ദമുയർത്തുന്നത് എന്തിനു വേണ്ടി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അകാരണമായിട്ടൊരു മതവിഭാഗത്തെ വേട്ടയാടുക. അപ്പൊ അവർ തന്നെ ഇത് കാണിക്കുമ്പോൾ എന്ത് തോന്നും? നമുക്കൊക്കെ ഉണ്ടാകുന്ന ഒരു വലിയ നിരാശയുണ്ട്. ആരോട് പറയാം എന്ന് ചോദിച്ചു വേണം. ശരി എന്നാ.